ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നൂൽപുട്ടും മുട്ടക്കറിയാണ് ഉണ്ടായിരുന്നത്. വാവയ്ക്ക് ഇന്ന് ഫസ്റ്റ് വാക്സിനേഷൻ എടുക്കേണ്ട ദിവസമായതുകൊണ്ട് തന്നെ ആസ്വദിച്ച് തിന്നാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാക്സിനേഷന് വേണ്ടി പോയി. ഏട്ടൻ്റെ ഓട്ടോയിലാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ വീട്ടിനടുത്ത് തന്നെയുള്ള PHCയിൽ പോയിട്ടാണ് വാക്സിൻ എടുത്തത്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വന്നു. വാവയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. 2 ഇഞ്ചക്ഷൻ കാലിനും 1 ഇഞ്ചക്ഷൻ കൈക്കുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പനിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. 3 ഇഞ്ചക്ഷനൊക്കെ എടുത്തതിൻ്റെ ക്ഷീണത്തിൽ മോള് വന്നപാടെ തന്നെ ഉറങ്ങിപ്പോയിനായിരുന്നു. അങ്ങനെ വിളിച്ച് പാലെല്ലാം കൊടുത്ത് പിന്നെയും ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നിപ്പോയി. അങ്ങനെ അവളെ വേഗം കിടത്തി. പക്ഷെ കാലിന് വെച്ച 2 ഇഞ്ചക്ഷൻ നല്ല വേദനയുള്ളതായതുകൊണ്ട് തന്നെ കാല് നന്നായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ അനക്കി കൊടുത്തു. കാരണം മരുന്ന് അവിടെ കല്ലിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ 3:30 ആയിരുന്നു. അങ്ങനെ ചോറും പരിപ്പ് കറിയും വറവും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. മത്തി പൊരിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ മത്തി പൊരിച്ചതും കൂട്ടിയിട്ട് ചോറെല്ലാം നന്നായിട്ട് തിന്നു. പരിപ്പ് കറി ആയതുകൊണ്ട് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല. പിന്നെ മത്തി പൊരിച്ചത് ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം എന്ന് മാത്രം. അങ്ങനെ ഞാൻ ചിക്കൻ കാല് തിന്ന പോലെ മത്തി പൊരിച്ചത് കടിച്ച് വിളിച്ച് തിന്നു. അതിനുശേഷം ഒരു ന്യൂ യൂട്യൂബറിനെ പരിചയപ്പെട്ടു. പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നോക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഡയറ്റിങ്ങിലായതുകൊണ്ട് പച്ചക്കറിയിൽ ഒറ്റയ്ക്ക് തന്നെ മുറിക്കുന്നുണ്ടായിരുന്നു. എത്ര ദിവസം ഉണ്ടാവുമെന്ന് കണ്ടറിയണം. രാത്രിക്ക് ചിക്കൻ കറി ആയിരുന്നു. അച്ഛൻ്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി രാത്രിക്ക് ചോറ് തന്നു. ചിക്കൻ്റെ ലിവറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം. അത് എനിക്ക് മാത്രം അവകാശപ്പെട്ട സാധനമാണ് ഈ വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അച്ഛൻ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛൻ എന്നാ ചെയ്യുന്നത് കാര്യം. ഇതെന്തിനാ അരിക്ക് എന്ത് എന്നിട്ടോ അപ്പോൾ അതാണ് സംഭവം. അച്ഛന് പൂച്ച മാത്രമൊന്നുമല്ല, പരുന്തെല്ലാം ഉണ്ട്. അതിനെ കൂട്ടിലൊന്നും ഇട്ടിട്ടില്ല. വിശക്കുന്ന സമയമാകുമ്പം അത് പറന്ന് വരും. എന്നിട്ട് അച്ഛനിവിടെ അതിന് സെപ്പറേറ്റ് ബോക്സിൽ മീനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് കൊടുക്കും, തിന്നിട്ട് പോവും. ഞാൻ ലാസ്റ്റ് പെരക്കാൻ വേണ്ടി വെച്ച ചിക്കൻ്റെ ചട്ടി അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് നിർബന്ധിച്ച് വാങ്ങി അതിൽ ചോറിട്ട് പെരക്കിയിട്ട് അച്ഛൻ്റെ പൂച്ചക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ കണ്ണൂർ ഭാഷയായതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും എല്ലാവർക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ. അങ്ങനെ അച്ഛൻ ചോറെടുത്ത് പോകുമ്പം തന്നെ ഇതാ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇങ്ങനെല്ലാം പാഞ്ഞു വരുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ബ്ലാക്ക് കളർ പൂച്ചയും ഞാനും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതുകൊണ്ടാണ് അത് എന്നെ കണ്ടപാട് അങ്ങോട്ടേക്ക് മാറി നിന്നത്. കാരണം എൻ്റെ 3 പപ്സാണ് അത് അടിച്ചു മാറ്റി കൊണ്ടുപോയത്.